हमारी फिशरमैन कम्युनिटी की मेहनत, उनकी क्षमता देश की अर्थव्यवस्था को नई गति देने की ताकत रखती है। लेकिन दशकों तक इस बड़े वर्ग की उपेक्षा होती रही। आपके श्रम के साथ पिछली सरकारों ने कभी न्याय नहीं किया, लेकिन अब बीजेपी एनडीए सरकार आपके असीम सामर्थ्य को मान देते हुए आगे बढ़ रही है। പ്രിയപ്പെട്ടവരെ, നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ അധ്വാനവും കാര്യക്ഷമതയും നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ദിശാബോധവും ശക്തിയും നൽകുന്നുണ്ട്. എന്നാൽ വർഷങ്ങളായി ഈ സമൂഹത്തിന് അവഗണന മാത്രമാണ് തിരികെ കിട്ടിയത്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹമായ പരിഗണന കഴിഞ്ഞ സർക്കാരുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻഡിഎ സർക്കാരാണ് നിങ്ങളുടെ സമാനതകളില്ലാത്ത കഴിവിന് അംഗീകാരം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. हमारी सरकार ने फिशरमैन कम्युनिटी के सामर्थ्य को ब्लू इकोनॉमी के असीम पोटेंशियल की दृष्टि से देखा है। ये बीजेपी एनडीए सरकार ही है जिसने फिशरमैन के हितों के लिए अलग मंत्रालय का गठन किया। हमने फिशरमैन समुदाय को विकास की मुख्य धारा में लाने के लिए कई महत्वपूर्ण कदम उठाए। प्रधानमंत्री मत्स्य संपदा योजना के तहत केरलम के लिए अराउंड 1400 करोड़ रुपीस का प्रावधान किया गया है। इससे फिशरीज में केरलम तेजी से आगे बढ़ रहा है. ഈ സർക്കാർ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ കഴിവിനെ നമ്മളുടെ സമുദ്രത്തിന്റെ സമ്പദ്ഘടനയായ ബ്ലൂ ഇക്കോണമിയുടെ അനന്തമായ സാധ്യതയായാണ് കാണുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാരാണ് മത്സ്യത്തൊഴിലാളികളുടെ നന്മയ്ക്കായി ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ചത്. മത്സ്യത്തൊഴിലാളികളെ വികസനത്തിന്റെ മുൻപന്തിയിലെത്തിക്കാൻ നിരവധി പദ്ധതികളാണ് ഈ സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിൽ കേരളത്തിനു മാത്രം 1400 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഇതുമൂലമാണ് കേരളത്തിന്റെ മത്സ്യമേഖല വേഗം വളരുന്നത്. यहाँ फिशरमैन समाज को मजबूत करने के लिए कई लेवल पर काम हो रहा है. फिशरमैन कोऑपरेटिव सोसाइटी और फिशरीज फार्मर प्रोड्यूसर ऑर्गेनाइजेशंस, उसको लाखों करोड़ रुपए का फंड भी दिया जा रहा है. हम ये भी चाहते हैं कि फिशरमैन समाज के युवा ब्लू इकोनॉमी को लीड करें, एक्सपोर्ट जैसे क्षेत्रों में आगे बढ़े. इसलिए क्रेडिट गारंटी सिस्टम के माध्यम से युवाओं को आगे बढ़ने के लिए प्रोत्साहित किया जा रहा है. പ്രിയപ്പെട്ടവരെ, മത്സ്യത്തൊഴിലാളികളെ ശാക്തീകരിക്കാൻ വിവിധ തലത്തിലുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. മത്സ്യപ്രവർത്തക സഹകരണ സൊസൈറ്റികൾ, മത്സ്യപ്രവർത്തക ഫാമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നിവ വഴി ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിക്കപ്പെടുന്നത്. ഇവയുടെ പ്രവർത്തനത്തിനായി ലക്ഷക്കണക്കിന് രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. മത്സ്യപ്രവർത്തക സമൂഹത്തിലെ യുവാക്കൾ ബ്ലൂ ഇക്കോണമിയെ നയിച്ച് മത്സ്യ കയറ്റുമതി മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി മത്സ്യമേഖലയിലുള്ള യുവാക്കൾക്ക് സർക്കാർ ഗ്യാരണ്ടിയിൽ വായ്പ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. आज टेक्नोलॉजी भी फिशरमैन समुदाय की ताकत बन रही है. इसी सोच के साथ नेशनल फिशरीज डिजिटल प्लेटफॉर्म शुरू किया गया है. इससे मछुआरे, नाव मालिक और एक्सपोर्टर्स एक ही प्लेटफॉर्म पर रजिस्ट्रेशन कर सकते हैं. उन्हें योजनाओं का लाभ मिलने में अब और आसानी हो गई है. ഇന്ന് സാങ്കേതിക വിദ്യയും മത്സ്യത്തൊഴിലാളികളുടെ ശാക്തീകരണത്തിനായി ഉപയോഗിക്കപ്പെടുകയാണ്. ഇതിനായി ദേശീയ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴി മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, കയറ്റുമതിക്കാർ എന്നിവരെ ഒറ്റ പ്ലാറ്റ്ഫോമിലെത്തിച്ച് ഒറ്റ ശൃംഖലയിൽ കോർത്തിണക്കി അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുണ്ട്. അവരവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതുമൂലം വിവിധ പദ്ധതികളുടെ സഹായം കിട്ടുന്നത് കൂടുതൽ എളുപ്പമായി മാറിയിരിക്കുന്നു.